ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം അഭിമാനപൂർവ്വം വിളിക്കുന്ന കേരളം വീണ്ടും ഒരു മനുഷ്യരക്തത്തിന്റെ കറയാൽ വികൃതമായിരിക്കുന്നു. അട്ടപ്പാടിയിലെ മധുവിനും കോഴിക്കോട്ടെ വിശ്വനാഥനും ശേഷം പാലക്കാട് ജില്ലയിലെ വാളയാറിൽ വീണ്ടും ഒരു മനുഷ്യൻ ആൾക്കൂട്ട വിചാരണയ്ക്കും കൊലപാതകത്തിനും ഇരയായിരിക്കുന്നു. ഛത്തീസ്ഗഡ് സ്വദേശിയായ രാം നാരായൺ വയ്യാർ എന്ന 30-കാരനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. വിശപ്പടക്കാൻ തൊഴിൽ തേടി വന്നവനെ മോഷണക്കുറ്റം ആരോപിച്ചും ബംഗ്ലാദേശിൽ നിന്ന് മുദ്ര കുത്തിയും തല്ലിക്കൊല്ലുമ്പോൾ തോൽക്കുന്നത് നമ്മുടെ സാംസ്കാരിക ബോധമാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി കേരളത്തിലെത്തിയത് ആർഭാടത്തിനല്ല, മറിച്ച് തന്റെ 8ഉം 10ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവളെയും പോറ്റാനായിരുന്നു. 4 ദിവസം മുൻപ് മാത്രമാണ് അദ്ദേഹം പാലക്കാട് എത്തുന്നത്. നാട്ടിൽ യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായ ഒരു സാധാരണക്കാരനായിരുന്നു രാം നാരായൺ എന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിലെ തൊഴിൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് നാട്ടിലേക്ക് മടങ്ങാൻ അദ്ദേഹം തയ്യാറെടുക്കുകയായിരുന്നു. മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിലും അക്രമം കാട്ടുന്ന പ്രകൃതക്കാരനായിരുന്നില്ല അദ്ദേഹം. വഴി തെറ്റിയോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അട്ടപ്പളം എന്ന ഗ്രാമത്തിൽ എത്തിപ്പെട്ട ആ മനുഷ്യൻ കണ്ടത് മനുഷ്യത്വമില്ലാത്ത ഒരു കൂട്ടം വിചാരണക്കാരെയാണ്. വഴി തെറ്റിയോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അട്ടപ്പളം എന്ന ഗ്രാമത്തിൽ എത്തിപ്പെട്ട ആ മനുഷ്യൻ കണ്ടത് മനുഷ്യത്വമില്ലാത്ത ഒരു കൂട്ടം വിചാരണക്കാരെയാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30-യോടെയാണ് അട്ടപ്പളത്ത് വെച്ച് നാട്ടുകാർ രാം നാരായണനെ പിടികൂടുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് സംശയാസ്പദമായി കണ്ടു എന്നതായിരുന്നു ഇയാൾക്കെതിരെയുള്ള ആരോപണം. എന്നാൽ പോലീസിനെ അറിയിക്കുന്നതിന് പകരം അവിടുത്തെ യുവാക്കൾ നിയമം കയ്യിലെടുത്തു. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു പിന്നീട് നടന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങൾ നമ്മുടെ ക്രൂരതയുടെ അടയാളങ്ങളാണ്. നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണെന്ന വംശീയമായ മുൻവിധി ഈ ക്രൂരതയുടെ ആക്കം കൂട്ടി. നിലത്തിട്ട് ചവിട്ടിയും വലിച്ചിഴച്ചും അവർ ആ മനുഷ്യനെ തകർത്തു. രാം നാരായണൻ രക്തം ഛർദ്ദിച്ച് നിലത്ത് വീണിട്ട് മർദ്ദനം തുടർന്നുവെന്നത് ആൾക്കൂട്ടത്തിന്റെ ക്രൂരതയാണ് വെളിവാക്കുന്നത്. ഒടുവിൽ വൈകുന്നേരം 6 മണിയോടെ പോലീസ് എത്തിയപ്പോഴേക്കും ആ ജീവൻ പാതിയറ്റ നിലയിലായിരുന്നു. രാം നാരായണന്റെ ശരീരത്തിൽ 40-ലധികം മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഒരു മനുഷ്യ ശരീരത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള മർദ്ദനം അയാൾ ഏറ്റുവാങ്ങി. ആന്തരിക രക്തസ്രാവവും തലയ്ക്കും വയറിനുമേറ്റ കഠിനമായ ക്ഷതങ്ങളുമാണ് മരണത്തിലേക്ക് നയിച്ചത്. മോഷണ വസ്തുക്കൾ ഒന്നും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തിയിരുന്നില്ല എന്ന വസ്തുത സംഭവത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. ഒരു കേവല സംശയം എങ്ങനെയാണ് ഒരു കൊലപാതകമായി മാറുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. സംഭവത്തിൽ അട്ടപ്പളം സ്വദേശികളായ 5 പേരെ വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 103(2) പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ആൾക്കൂട്ട ആക്രമണങ്ങളിലൂടെയുള്ള കൊലപാതകങ്ങൾക്ക് പ്രത്യേകിച്ചും രൂപീകരിച്ച വകുപ്പാണിത്. 5ഓ അതിലധികമോ വ്യക്തികൾ ചേർന്ന് ജാതിയുടെയോ വർഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ മാരകമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തുന്നതിനെതിരെ കടുത്ത ശിക്ഷയാണ് ഈ നിയമം വാഗ്ദാനം ചെയ്യുന്നത്. പ്രതികളെ റിമാൻഡ് ചെയ്തുവെങ്കിലും സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിലെ നിർമ്മാണ മേഖലയും കാർഷിക മേഖലയും ഇന്ന് നിലനിൽക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിയർപ്പിലാണ്. എന്നാൽ അവരോടുള്ള നമ്മുടെ മനോഭാവം പലപ്പോഴും അന്യവൽക്കരണത്തിൻ്റെതാണ്. ഹിന്ദി സംസാരിക്കുന്നവരും കറുത്ത നിറമുള്ളവരും പാവപ്പെട്ടവരുമായ ആളുകളെ കണ്ടാൽ ഉടനെ കള്ളനാണെന്നും ബംഗ്ലാദേശിയാണെന്നും മുദ്ര കുത്തുന്നത് ഒരു മാനസിക രോഗമായി മാറിയിരിക്കുന്നു. വാളയാറിലെ സംഭവം ഒരു ഒറ്റപ്പെട്ട അക്രമമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വംശീയമായ വെറുപ്പിന്റെ സൂചനയാണ്. ഭാഷ അറിയില്ലാത്തത് ഒരു കുറവല്ല. തന്റെ നാട്ടിൽ നിന്ന് എന്തിനാണ് വന്നതെന്ന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത നിസ്സഹായതയാണ് രാം നാരായണന്റെ കൊലക്കയറിലേക്ക് നയിച്ചത്. മലയാളി മറ്റു രാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കുമ്പോൾ അവിടെ ഇത്തരം ആക്രമണങ്ങൾ നടന്നാൽ നമ്മൾ കാണിക്കുന്ന പ്രതിഷേധങ്ങൾ ഓർക്കുക. ആ നമ്മൾ തന്നെയാണ് സ്വന്തം നാട്ടിൽ പാവപ്പെട്ട തൊഴിലാളികളെ തല്ലിക്കൊല്ലുന്നത്. അട്ടപ്പാടിയിലെ മധു എന്ന ആദിവാസി യുവാവ് വിശപ്പിന് വേണ്ടി മോഷണം നടത്തിയെന്ന് ആരോപിച്ചാണ് കൊല്ലപ്പെട്ടത്. അന്ന് കേരളം മുഴുവൻ കരയുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നാൽ മധുവിന് ലഭിച്ച നീതി പോലും വൈകിയ വേളയിൽ രാം നാരായണൻ എന്ന ഛത്തീസ്ഗഡുകാരന് അതേ വിധി തന്നെ കൈവന്നു. സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും നമ്മൾ നടത്തുന്ന വലിയ പ്രസംഗങ്ങൾ പ്രവൃത്തിയിൽ ഇല്ല എന്നതിന് തെളിവാണിത്. ആൾക്കൂട്ട നിയമം കയ്യിലെടുക്കുമ്പോൾ അവിടെ ജനാധിപത്യം തോൽക്കുകയാണ്. രാം നാരായണന്റെ മരണം ആ കുടുംബത്തെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അച്ഛൻ തിരിച്ചു വരുന്നതും കാത്ത് ഛത്തീസ്ഗഡിലെ ഗ്രാമത്തിലിരിക്കുന്ന ആ 2 കുട്ടികളോട് ആര് മറുപടി പറയും? അവരുടെ ജീവിതത്തിലെ ഏക പ്രതീക്ഷയാണ് വാളയാറിലെ ഒരു ആൾക്കൂട്ടം തല്ലിക്കെടുത്തിയത്. ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം നിയമപരമായ നീതിയും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. വാളയാറിലെ ആൾക്കൂട്ട കൊല കേരളത്തിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. വംശീയതയും സംശയരോഗം മനുഷ്യത്വത്തെ എങ്ങനെ കാർന്നു തിന്നുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ക്രൂരകൃത്യം. ഓരോ ആൾക്കൂട്ട കൊലയും നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. പ്രതികൾക്ക് അർഹമായ ശിക്ഷ നൽകുന്നതിനൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾക്ക് സുരക്ഷിതമായ ജോലി സാഹചര്യം ഒരുക്കാനും അവരെ മനുഷ്യരായി കാണാനുമുള്ള ബോധം വളർത്താനും നമ്മുടെ സമൂഹം തയ്യാറാകണം. ഇല്ലെങ്കിൽ പുരോഗമന കേരളം എന്നത് കേവലം ഒരു വാക്ക് മാത്രമായി അവശേഷിക്കും.